അതൊരു യാഥാർത്ഥ്യബോധവുമില്ലാത്തൊരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ആദ്യം ഉമ്മൻചാണ്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ ഈ ബജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന വിഴിഞ്ഞം വികസനത്തിലേക്കുള്ള വാതിലാണെന്നാണ്. ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ 6000 റാഷിദി മുഴങ്ങുന്നു. എക്കോ സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് അതേപടി കേൾക്കുകയാണ്. തീർച്ചയായും ശരിയാക്കാം, താങ്കൾ തുടർന്നോളൂ, ശരിയാക്കാം. ഈ ബജറ്റിൽ പറഞ്ഞു വെച്ചത് വിഴിഞ്ഞം വികസനത്തിലേക്കുള്ള വാതിലാണെന്നാണ്. ഈ വികസനത്തിലേക്കുള്ള വാതിൽ അടയ്ക്കാൻ വേണ്ടി ഈ പദ്ധതി മുന്നോട്ട് പോയപ്പോൾ തന്നെ 6000 കോടി രൂപയുടെ അഴിമതിയാണ് എന്ന് പറഞ്ഞ ആളാണ് ഇന്നത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അതോടൊപ്പം ഇതിൽ കേരളത്തിന്റെ വികസനത്തിന്റെ സൂചികകളായി പ്രഖ്യാപിക്കപ്പെട്ട എല്ലാം തന്നെ, അതായത് കൊച്ചി മെട്രോ, പിന്നെ തിരുവനന്തപുരം മെട്രോ വരുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കുന്ന ഒന്ന് കൊച്ചി മെട്രോയാണ്. കൊച്ചി മെട്രോയുടെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, ജല മെട്രോയുടെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണ് ഇന്നും ഈ സർക്കാരിന് ആകെ ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നീട് നമുക്ക് ബജറ്റ് അവലോകനത്തിലേക്ക് വരാം. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ എന്തായി എന്ന് ആലോചിച്ചിട്ട് വേണം നമുക്ക് ഇത്തവണത്തെ ബജറ്റിനെ വിലയിരുത്താൻ. കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പദ്ധതികൾ നമ്മുടെ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ 55% മാത്രമാണ് കഴിഞ്ഞ തവണ ചെലവഴിക്കപ്പെട്ടത്. ഇപ്പൊ എല്ലാ തവണയും ലൈഫിനെ വെച്ച് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒന്നാണ്. ലൈഫ് ഇത്തവണയും എടുത്തു പറയുന്നുണ്ട്. ഇപ്പോ യഥാർത്ഥത്തിൽ ഒരു ഭവന നിർമ്മാണ പദ്ധതി UDF സർക്കാരിന്റെ കാലഘട്ടം മുതൽ തന്നെയുള്ള ഭവന നിർമ്മാണ പദ്ധതി ഇവിടെയുണ്ട്. ഇവരിപ്പോ ഇതിനൊരു പേരിട്ട് തീരദേശത്തെ മത്സ്യത്തൊഴിലാളി ഭവന പദ്ധതിയും മറ്റെല്ലാ ഭവന പദ്ധതികളും നിർത്തി ഒറ്റ പേരിട്ടു എന്നതിനപ്പുറത്ത് ലൈഫിന്റെ പുതുമയില്ല എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷേ കഴിഞ്ഞ തവണ 717 കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് ആകെ ചെലവഴിച്ചത് 17 കോടിയാണ്. 3.76% ആണ് ആകെ ലൈഫ് പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത്. കഴിഞ്ഞ തവണ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ 152 കോടി രൂപ അനുവദിച്ചിട്ട് നടപ്പിലാക്കിയത് 60 എക്സ്പെൻഡിച്ചർ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കുടിശ്ശിക 1128 കോടിയാണ്. കാരുണ്യ ബെനവലന്റ് ഫണ്ടിന് 180 കോടി രൂപയാണ് കുടിശ്ശിക. കഴിഞ്ഞ തവണ കൃഷിക്ക് അനുവദിച്ചതിന്റെ 38%, ഗ്രാമവികസനത്തിൽ 54%, സഹകരണ മേഖലയിൽ 8.84%, ജലസേചനത്തിന് 35%, വ്യവസായത്തിന് 33%, ശാസ്ത്ര സേവന രംഗത്ത് 29%, സാമൂഹ്യ സേവനത്തിൽ 54% മാത്രമാണ് ചെലവഴിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ, സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കുറവ് എക്സ്പെൻഡിച്ചറാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ പാക്കേജുകളുടെ ഒരു പ്രഖ്യാപനം. വയനാട് പാക്കേജിന് 7600 കോടി രൂപ പ്രഖ്യാപിച്ചു. ഇടുക്കി പാക്കേജിന് 12150 കോടി രൂപ പ്രഖ്യാപിച്ചു. തീരദേശ പാക്കേജിന് 12000 കോടി രൂപ പ്രഖ്യാപിച്ചു. 1% പോലും പ്രഖ്യാപിക്കപ്പെട്ടില്ല. ഇതാണ് അപ്പൊ മുൻകാല കഴിഞ്ഞ ബജറ്റിന്റെ ഒരു പ്രോഗ്രസ് കാർഡ് ഇതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എടുത്തു പറയത്തക്ക വികസന നേട്ടങ്ങളില്ല. കഴിഞ്ഞ ബജറ്റ് അവതരണം കേവലം പ്രഖ്യാപനമായി മാറി. ഇത്തവണത്തെ ബജറ്റ് നോക്കിയാൽ പ്രഖ്യാപനം പോലും ഇല്ല എന്നാണ് എന്റെ സത്യം. ഇപ്പൊ കാർഷിക മേഖലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് എന്താണ്? കാർഷിക മേഖലയിൽ ആകെ 1100 കാർഷിക മേഖലയിലെ സമ്പൂർണമായി 1198 കോടിയാണ് ആകെ ഉള്ളത്. പാക്കേജിന് അനുവദിച്ചിരിക്കുന്ന 5 കോടി രൂപ മാത്രമാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എത്രയോ കർഷക ആത്മഹത്യകൾ നടന്നൊരു കാലഘട്ടമാണ്. അവിടെയുള്ള കാർഷിക അലോക്കേഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം ഇപ്പോൾ തന്നെ എത്ര ആത്മവഞ്ചനാപരമായ സമീപനമാണ് യഥാർത്ഥത്തിൽ കേരള വിദ്യാഭ്യാസ രംഗത്ത് ഇവർ എത്ര വർഷം പിന്നോട്ടടിച്ചു. ഞാൻ ഓർക്കുന്ന TP ശ്രീനിവാസന്റെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ചെയർമാനായിരുന്ന TP ശ്രീനിവാസനെ അടിച്ച ദൃശ്യം ഇപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കുകയാണ്. SFIക്കാരൻ ആഗോള വിദ്യാഭ്യാസ സംഘവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ വിദേശ നിക്ഷേപവും മറ്റു തരത്തിലുള്ള നിക്ഷേപങ്ങളും ആവശ്യമാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ അടിച്ചു താഴിട്ട് SFIക്കാരൻ ചിത്രം ഞാൻ ഓർമ്മ വരികയാണ്. അതോടൊപ്പം ഇത്തവണത്തെ ബജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ വിദേശ രോഗികളെ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഈ പറഞ്ഞവരാരെങ്കിലും സമീപകാലത്ത് കേരളത്തിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് ചെല്ലണം. രോഗികൾക്ക് കിടക്കാനുള്ള സൗകര്യമില്ല. ഇന്ന് തന്നെ ഈ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് മണ്ണാഞ്ചേരിയിലെ ഒരു ഓട്ടോ റിക്ഷ ഡ്രൈവർ എന്നെ വിളിച്ചു. ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയിട്ട് ബ്ലഡ് പ്രഷറിന്റെ ഉള്ള ഗുളിക പോലും കിട്ടാതെ പുറത്തുപോയി മരുന്ന് വാങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടായി എന്ന് അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഇവര് അതിന്റെ മരുന്നിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ
അയച്ചു നിന്ന മരുന്ന് അവിടെ ചെന്നിട്ട് അതുപോലും കിട്ടാനില്ല എന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പോ എറണാകുളത്ത് ജനറൽ ആശുപത്രി തൊട്ട് സർക്കാർ ആശുപത്രികളിൽ തപ്പിക്കഴിഞ്ഞാൽ ഈ മരുന്ന് ക്ഷാമമുണ്ട്. പക്ഷെ അത് ആരോഗ്യമന്ത്രി അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ലിജു, സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചാണ്. അല്ല, ഇതൊന്നും അംഗീകരിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പൊ ഈ പറഞ്ഞ ബ്ലഡ് പ്രഷറിന്റെ മരുന്ന്, രക്തസമ്മർദ്ദത്തിന്റെ ഗുളിക പോലും മെഡിക്കൽ കോളേജുകൾ ഇല്ലെങ്കിലും ഈ പറച്ചിലിന് കുറവില്ലല്ലോ. അപ്പൊ ഞാനതാ പറഞ്ഞത്, ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്തൊരു ഒരു ഗവൺമെന്റ്. നമുക്ക് ബജറ്റ്, മരുന്നുകൾ ഉറപ്പുവരുത്തണം, രോഗികൾക്ക് കിടക്കാനുള്ള സൗകര്യം ഉറപ്പുവരുത്തണം, അതോടൊപ്പം തന്നെ വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തണം. ഇതൊന്നും ഈ സർക്കാരിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടില്ല. പിന്നെ പെൻഷന്റെ കാര്യം സൂചിപ്പിച്ചു. ഈ ഗവൺമെന്റ് ഇപ്പൊ അധികാരത്തിൽ വന്നിട്ട് 7 വർഷം കഴിഞ്ഞു. റാഷിദ്, ഇവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഞങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടത്തി കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആക്കി. 7ാം വർഷമല്ലേ? ഇത്രയും കാലം ഇവർ പഠിക്കുകയല്ലായിരുന്നോ? അപ്പൊ ഇനി വെക്കുന്നതിനെ കുറിച്ചുള്ള അടുത്ത പഠനം അതല്ലേ ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ ജീവനക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ, അല്ലെങ്കിൽ പിന്നെന്താ? ക്ഷേമ പെൻഷൻ 6 മാസമായി കൊടുത്തിട്ട് കഴിഞ്ഞ നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോഴും പറയും ഉമ്മൻചാണ്ടി പെൻഷൻ കൊടുത്തില്ലെന്ന്. ഇവയ്ക്കൊക്കെ വേറെ ഒരു, ഞാൻ എന്തോ ഒരു പച്ചക്കള്ളം പറയുന്നൊരു മടിയുമില്ലല്ലോ ഈ സജീഷ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയ്ക്ക് വിധേയമായ ഒരു വിഷയമല്ലേ ഇത്? നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ കോൺഗ്രസിന്റെ UDFന്റെ MLA മാർ പ്രസംഗിച്ചത്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്നും അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട 3 മാസം ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഇലക്ഷൻ അപ്രതീക്ഷിതമായി മുൻകൂറായി പ്രഖ്യാപിച്ചതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ പെൻഷൻ വിതരണം ചെയ്യാൻ പറ്റിയില്ല എന്നപ്പുറത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പെൻഷൻ കുടിശ്ശിക ഉണ്ടായില്ല. അതാണ് യാഥാർത്ഥ്യം. ഇവരൊരു ഗീബൽസ്യൻ തന്ത്രം പോലെ അങ്ങ് തുടർച്ചയായി പറയും 18 മാസത്തെ കുടിശ്ശിക, 18 മാസം. ഏത് 18 മാസത്തെ കുടിശ്ശിക? 18 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കോടി രൂപ കൊടുക്കേണ്ടതല്ലേ? പ്രതിപക്ഷ നേതാവ് ശ്രീ വിഷ്ണുനാഥുമൊക്കെ എത്ര തവണ കേരള നിയമസഭയിൽ പ്രസംഗിച്ചു? നിങ്ങൾ അതിന്റെ രേഖകൾ ഉണ്ടെങ്കിൽ കാണിക്കണം. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്ന മറുപടി പ്രകാരം പോലും കുടിശ്ശിക ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്തെ ആ 3 മാസത്തിൽ തെരഞ്ഞെടുപ്പ് മുൻപേ പ്രഖ്യാപിച്ചത് കൊണ്ട് ആ സമയത്ത് പെൻഷൻ കൊടുക്കാൻ സാധിച്ചില്ല. അതൊരു 2 മാസത്തെ കുടിശ്ശികയ്ക്കപ്പുറത്ത് ഒരു പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത എടുത്തു AK ആന്റണി സാറിന്റെ കാലഘട്ടത്തിൽ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ കള്ളമാണ്, പച്ചക്കള്ളമാണ്. ഇപ്പൊ സ്റ്റാർട്ടപ്പ് മിഷന്റെ കാര്യം പറയുന്നു. സ്റ്റാർട്ടപ്പ് മിഷന് കുറച്ച് നമുക്ക് റാങ്കിങ്ങിൽ മുന്നോട്ട് വന്നു, സത്യമാണ്. പക്ഷെ ഇന്ത്യയിലെ ആകമാനമുള്ള സ്റ്റാർട്ടപ്പുകളിലെ കേവലം 10% താഴെയാണ് നമ്മുടെ സ്റ്റാർട്ടപ്പുകളുടെ സ്ഥിതി. ഇവർ ഉണ്ടാക്കിയ തൊഴിലന്തരീക്ഷം, ഇവരുടെ ട്രേഡ് യൂണിയനുകൾ, ഇവരുടെ വിദ്യാർത്ഥി സംഘടന, ഇവരുടെ യുവജന സംഘടന, ഇപ്പൊ നമുക്കറിയാം ഇവിടെ പുഷ്പനെയൊക്കെ തന്നെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ മേഖലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ആരംഭിക്കുമ്പോൾ ഒന്ന് ഈ പെൻഷൻ വിഷയത്തിൽ സംസ്ഥാന ധനകാര്യമന്ത്രിക്കെതിരെ ശ്രീ PC വിഷ്ണുനാഥ്, എനിക്ക് തോന്നുന്നു UDF വിഷ്ണുനാഥാണ് അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുന്നതാണ് എന്റെ വിവരം. ഈ കുപ്രചരണത്തിനെതിരായിട്ട് സംസ്ഥാന നിയമസഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലും AK ആന്റണി സർക്കാരിന്റെ കാലഘട്ടത്തിലും പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു തുടർച്ചയായി കള്ളപ്രചരണം നടത്തുന്നതിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുക. നിയമസഭ അത് വേണമെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പുറത്താകും. പിന്നെ പിണറായി വിജയൻ കുടിശ്ശിക കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ എത്ര നുണകൾ പറഞ്ഞിരിക്കുന്നു സജീഷെ. പിണറായി വിജയന്റെ എത്ര നുണകൾ ഈ മാസപ്പടി കേസിൽ ഉൾപ്പെടെ ഒരു കാര്യം വിശദീകരിക്കാൻ കഴിയാതെ എന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നതിനപ്പുറത്ത് വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ ശ്രീ പിണറായി വിജയൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. റാഷിദ, എനിക്ക് നിങ്ങളുടെ ഈ സാങ്കേതിക പ്രശ്നം കാരണം സംസാരിക്കാനേ സാധിക്കുന്നില്ല. വലിയ ഖേദമുണ്ട് എനിക്ക്. ഞാനത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാം. പറഞ്ഞിട്ടുണ്ട് എന്തായാലും പരിഹരിക്കാം. താങ്കൾ തുറന്നോളൂ. അല്ല, ഞാൻ അത് തന്നെ പറയാം. പിന്നെ റാഷിദെ, കേന്ദ്ര സർക്കാരിന് അവരുടെ BJP ഇതര സർക്കാരുകളോട് അവഗണനയുണ്ട് എന്നത് സത്യമാണ്. ബജറ്റ് അലോക്കേഷൻ നോക്കിയാൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. പക്ഷെ അതിനെ മറ്റൊരു തലത്തിൽ ഇവര് പറയുന്ന കണക്കുമായിട്ടല്ല താരതമ്യം ചെയ്യേണ്ടത്. ഇവര് GST കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ 2017 മുതൽ 5 വർഷക്കാലത്തേക്ക് GST കോമ്പൻസേഷൻ ഉള്ളൂ. ആ 5 വർഷങ്ങളിൽ GST കോമ്പൻസേഷൻ പറയുന്നതിന് അർത്ഥമുണ്ടോ? അതോടൊപ്പം തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കിട്ടതിനേക്കാൾ 40,000 കോടി രൂപ ഇവർക്ക് അധികം കിട്ടി. ആ കണക്ക് പ്രകാരം ഇനി 4,000 കോടിയേ കിട്ടാനുള്ളൂ. ആ 53,000 കോടി രൂപ 15ാം ധനകാര്യ കമ്മീഷൻ കണക്ക് പ്രകാരം അനുവദിച്ചു. ആ 15ാം ധനകാര്യ കമ്മീഷൻ കണക്ക് പ്രകാരത്തിൽ 49,000 കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഇവര് കള്ളക്കണക്ക് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കേന്ദ്ര സർക്കാരിനോട്. പക്ഷെ ഇവരുടെ കണക്ക് വെച്ചല്ല. ഞങ്ങളുടെ ആർഗ്യുമെന്റ് വേറെയാണ്. ഇവര് GST കോമ്പൻസേഷന്റെ കാര്യവും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യവും
അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ടാണ്. ശരി, ലിജു. അതുകൊണ്ടാണ് കേരള നിയമസഭയിൽ കൃത്യമായി ഞങ്ങളുടെ MLA-മാർ അതിന്റെ കാര്യം പറഞ്ഞത്. പക്ഷെ കേന്ദ്ര സർക്കാരിന് അവഗണനയുണ്ട്. അവർ നമുക്ക് റെയിൽവേ വിഹിതം തരുന്നില്ല. വ്യക്തമായി ഉത്തരം വ്യക്തമായി ലിജു.